നിങ്ങളൊന്ന് ചിന്തിക്കൂ, നാളെ രാവിലെ നിങ്ങളുടെ ഫോൺ റിങ് ചെയ്യുന്നു, ബോസ് വിളിക്കുന്നു, ഹലോ നാളെ നിങ്ങൾ ജോലിക്ക് വരണ്ട എന്ന് പറയുന്നു. നിങ്ങൾ ഞെട്ടി ചോദിക്കുന്നു, സാർ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അദ്ദേഹം ശാന്തമായി പറയുന്നു, തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഇന്നലെ ഒരാളെ പുതിയ സ്റ്റാഫിന് ജോലിക്കെടുത്തു. നിങ്ങൾ ആശ്വസിക്കും, ഇവിടെ അല്ലെങ്കിൽ വേറൊരു ജോലി കിട്ടുമല്ലോ, ഓ ശരി എന്ന് പറയും. പക്ഷെ അടുത്ത വാചകം കേട്ടാൽ നിങ്ങളുടെ ഉറക്കം പോലും നഷ്ടപ്പെടും. അവന് ലീവ് വേണ്ട, ബോണസ് വേണ്ട, ഭക്ഷണം വേണ്ട, 24 മണിക്കൂറും ജോലി ചെയ്യും. മിനിറ്റിൽ 10 പേരുടെ ജോലി ചെയ്യും. ആ സ്റ്റാഫിന്റെ പേരാണ് AI. ഇതൊരു സിനിമയുടെ കഥയല്ല. ഇപ്പോൾ ലോകമെമ്പാടും ആയിരക്കണക്കിന് കമ്പനികൾ നടക്കുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണേണ്ടത്. കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന 5 ജോലികളിൽ നിങ്ങളുടെ ജോലി ഉണ്ടെങ്കിൽ അടുത്ത 2 വർഷം നിങ്ങളുടെ ജീവിതം തന്നെ മാറിയേക്കാം. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. സർക്കാർ ജീവനക്കാർ വെറും 2% താഴെ. ബാക്കിയുള്ള കോടിക്കണക്കിന് ആളുകളും സ്വകാര്യ മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പലരും ഇപ്പോഴും കരുതുന്നത് AI വന്നാലും നമ്മുടെ ജോലിക്കൊന്നും സംഭവിക്കുന്നില്ല എന്നാണ്. പക്ഷെ സത്യം അതല്ല. ലോകത്തിലെ പ്രമുഖ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ പുറത്തുവിട്ട പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കോടിക്കണക്കിന് ജോലികളാണ് AIയുടെ സാധ്യതയിൽ മാറാൻ പോകുന്നത്. ഒരു ചോദ്യം, നാളെ നിങ്ങളുടെ ജോലി പോയാൽ അടുത്ത മാസം വീട്ടു ചിലവ് നടത്താൻ നിങ്ങളുടെ കയ്യിൽ മറ്റൊരു സ്കില്ലുണ്ടോ? ഉത്തരം പറയാൻ കഴിയുന്നെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഞാൻ സന്തോഷത്തോടെ ഒരു സംരംഭകനാണ്. ഇന്ന് എൻ്റെ സ്ഥാപനത്തിൽ 50ഓളം പേർ ജോലി ചെയ്യുന്നു. പക്ഷെ ഒരു സത്യം പറയട്ടെ, ഇന്ന് ഞാൻ ശമ്പളം കൊടുക്കുന്നത് മനുഷ്യർക്ക് മാത്രമല്ല, AIക്കും കൂടിയാണ്. എൻ്റെ കമ്പനിയിൽ നിരവധി ജോലികൾ ചെയ്യുന്നത് AI അസിസ്റ്റന്റുമാരാണ്. അവർക്ക് ലീവില്ല, ഹർത്താലില്ല, സമരമില്ല, ക്ഷീണമില്ല, 24 മണിക്കൂറും ജോലി ചെയ്യും. അതുകൊണ്ടാണ് ഓരോ ജീവനക്കാരും ഇനി ഒരു കാര്യം സ്വയം ചോദിക്കേണ്ടത്, എന്നെ AI മാറ്റുമോ, അല്ലെങ്കിൽ AI ഉപയോഗിക്കുന്ന ഒരാളാണോ എന്നെ മാറ്റുക? ഇനി പ്രധാന വിഷയത്തിലേക്ക് വരാം. ഒന്നാമത്തെ ജോലിയാണ് ഡാറ്റ എൻട്രി. നിങ്ങൾ ദിവസം മുഴുവൻ ഡാറ്റ ടൈപ്പ് ചെയ്യുകയാണോ? മുൻപ് 10 പേർ ചെയ്യുന്ന ഒരു ജോലി ഇന്ന് AI 10 മിനിറ്റുള്ളിൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഡാറ്റ എൻട്രി മാത്രം അറിയുന്ന ഒരാൾ ഇനി മതിയാവില്ല. ഡാറ്റ അനലിസ്റ്റ്, ഓട്ടോമേഷൻ, Power BI പോലുള്ള പുതിയ സ്കില്ലുകൾ പഠിക്കാൻ ഇപ്പോൾ തന്നെ തുടങ്ങണം. രണ്ടാമത്തെ ജോലിയാണ് ഗ്രാഫിക് ഡിസൈൻ. ഒരു പോസ്റ്റ് ഉണ്ടാക്കാൻ മണിക്കൂറോളം കാത്തിരിക്കുന്ന കാലം മാറി. Canva AI, Midjourney, ChatGPT തുടങ്ങിയ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സെക്കൻഡിനുള്ളിൽ മികച്ച ഡിസൈനുകൾ തയ്യാറാക്കാം. അതിനർത്ഥം ഗ്രാഫിക് ഡിസൈൻ അവസാനിക്കുന്നു എന്നല്ല, പക്ഷേ AI ഉപയോഗിക്കാൻ അറിയാവുന്ന ഡിസൈനർ AI അറിയാത്ത ഡിസൈനറെ മാറ്റും എന്നത് സത്യം തന്നെയാണ്. മൂന്നാമത്തെ ജോലിയാണ് കസ്റ്റമർ സപ്പോർട്ട്. ഒരു ബാങ്കിലോട്ടോ അല്ലെങ്കിൽ വലിയ കമ്പനികളോട്ടോ വിളിക്കുമ്പോൾ ആദ്യം സംസാരിക്കുന്ന മനുഷ്യനാണോ? അല്ല, AI ചാറ്റ് ബോട്ട്. നിങ്ങളുടെ ചോദ്യം മനസ്സിലാക്കി കൃത്യമായി മറുപടി നൽകുന്ന സംവിധാനങ്ങൾ ഇന്ന് സാധാരണമായി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ കസ്റ്റമർ കെയർ സപ്പോർട്ടും അതിവേഗത്തിൽ മാറുന്ന മേഖലയാണ്. നാലാമത്തെ മേഖലയാണ് ടെലികോൾ. ഒരു കാര്യം കേൾക്കൂ, AI വോയിസ് ഏജന്റ് എന്ന ടെക്നോളജി ഇന്ന് മനുഷ്യ ശബ്ദത്തിൽ സംസാരിക്കുന്നു, വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു, ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു, 24 മണിക്കൂറും ജോലി ചെയ്യുന്നു. അപ്പോൾ സാധാരണ കോൾ ചെയ്യുന്ന ജോലികൾ എത്ര കാലം പഴയ രീതിയിൽ തുടരും? ഒന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അഞ്ചാമത്തെ മേഖലയാണ് റിസപ്ഷനിസ്റ്റ്. ഇത് കേട്ട് പലരും അതിശയിക്കും. പക്ഷെ ഇന്ന് പല കമ്പനികളിലും AI കിയോസ്കുകൾ വിസിറ്റർമാരെ സ്വീകരിക്കുന്നു, അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നു, വിവരങ്ങൾ നൽകുന്നു, വിസിറ്റേഴ്സ് രജിസ്ട്രേഷൻ വരെ നടത്തുന്നു. മനുഷ്യരുടെ ഇടപെടലുകൾ ഓരോ വർഷവും കുറയുകയാണ്. ഇവിടെ ഒരു നല്ല വാർത്തയുണ്ട്, AI വന്നുകൊണ്ട് ലോകം അവസാനിക്കുന്നില്ല, പുതിയ ലോകം ആരംഭിക്കുകയാണ്. പുതിയ സ്കില്ലുകൾ പഠിക്കുന്നവർക്ക് ഇതുവരെ ലഭിക്കാത്ത അവസരങ്ങൾ ധാരാളമായി ലഭിക്കും. 5 വർഷത്തിന് ശേഷം നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ നിങ്ങളോട് ചോദിച്ചാൽ AI ലോകം മാറിയപ്പോൾ നിങ്ങൾ എന്തു ചെയ്തു? നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? ഞാൻ പേടിച്ചു മാറിയെന്നു എന്നാണോ? അല്ലെങ്കിൽ ഞാൻ പഠിച്ചു മാറി, കാലത്തിനൊപ്പം മുന്നോട്ട് പോയി എന്നായിരിക്കണം? അവസാനമായി ഞാൻ ഒരു കാര്യം പറയട്ടെ, AI ഒരിക്കലും നിങ്ങളുടെ ജോലി ഇല്ലാതാക്കുന്നില്ല. AI ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാളാണ് നിങ്ങളുടെ ജോലി ഏറ്റെടുക്കുക. അതിനാൽ കമന്റിൽ നിങ്ങൾ എഴുതൂ, ഇപ്പോൾ നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ആ ജോലി AI ഭീഷണിയാണോ? അതിൽ എങ്ങനെ വളരാം? ഞാൻ വ്യക്തിപരമായി മറുപടി നൽകാൻ ശ്രമിക്കാം. ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം ചിലർക്ക് ഇതൊരു യൂട്യൂബ് വീഡിയോ മാത്രമായിരിക്കാം, പക്ഷേ മറ്റു ചിലർക്ക് അവരുടെ ഭാവി മാറ്റുന്ന ഒരു മുന്നറിയിപ്പായിരിക്കും ഇത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.